അത്രയും കഥ ഇമാം ഖുശൈരി റിസാലയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. ഇതാണ് അസ്ല്, തരീഖത്തിലെ അസ്ല് ഇതാണ്. ലതായിഫുൽ മിനനിൽ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മുടെ ഖൽബ് ചത്തുപോകരുത്, നമ്മുടെ ഖൽബ് ചത്തുപോകരുത്. അള്ളാഹുവിന്റെ ഔലിയാവിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു തന്റെ തബഖാത്തുൽ കുബ്രയിൽ പറയുന്നുണ്ട്, ലോകത്തുള്ള ഏതെങ്കിലും ഒരു വലിയനെ, തന്റെ കാലത്ത് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു വലിയനെ വിമർശിച്ചു പോയാൽ പിന്നെ ആ കാലഘട്ടത്തിലുള്ള ഒരു വലിയനെ കൊണ്ടും ആ മനുഷ്യന് മൻഫഅത്ത് കിട്ടൂല. പൊന്മള ഉസ്താദിനെയും പ്രിയപ്പെട്ട സഅദിയെയും പ്രിയപ്പെട്ട പേരോടിനെയൊക്കെ ഞാൻ ഇത് ഓർമ്മപ്പെടുത്തുന്നു. ഇത് ഞാൻ പറയല്ല. നിങ്ങൾ ഈ ആക്ഷേപിച്ച് പറയുന്ന ഒരാളും രണ്ടാളും 10 ആളിയാണോ? പേരോട് എണ്ണി എഴുതി വെച്ചിട്ടില്ലേ കുറെ ഷെയ്ഖുമാരുടെ പേര്? അതിൽ തെറ്റായവരുണ്ടാകാം, കള്ളന്മാരുണ്ടാകാം. അവരെ പറ്റി പഠിച്ചവരത് പറഞ്ഞോട്ടെ. അവരുടെ അനുയായികൾ അവരെ കുറിച്ച് ഷെയ്ഖ് എന്ന് പറയുന്നുണ്ട്. പ്രയോഗത്തിൽ നമുക്കും അങ്ങനെ പറയാം. പക്ഷെ ഹക്കാണ് എന്ന് ഫത്വ കൊടുക്കണമെങ്കിൽ അവരെ കുറിച്ച് പഠിക്കണം, ബോധ്യപ്പെടണം. ഹക്കല്ല എന്ന് പറയണമെങ്കിലോ നല്ല പോലെ പഠിച്ച് നേരിട്ട് പറഞ്ഞ് അവരുടെ തെറ്റ് ശരീഅത്തിന്റെ നിയമത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാകണം. ഇത് കാണുക ചെയ്യാതെ കേൾക്കുക, എന്നിട്ട് കേട്ടിട്ട് കണ്ടവരൊക്കെ ഒന്ന് മാറിക്കി കേട്ട ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞില്ലേ? ഈ രീതിയിലല്ലേ ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പറയുന്നത്? ഖൽബുള്ളവരോട് ഞാൻ പറയാണ്, ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമും അവിടുത്തെ മഖാമും അവിടുന്ന് സംസാരിക്കുന്ന രീതിയും പലപ്പോഴും കണ്ടു ബോധ്യപ്പെട്ടപ്പോഴാണ് ആ മഹാന്റെ മഖാമിനെ കുറിച്ച് ഇപ്പോഴും മഖാമിന്റെ ഖദറിനെ പറ്റി ഒന്നും എനിക്ക് പറയാൻ വയ്യ, അറിയില്ല. എന്നാലും ഞാൻ അവിടുത്തെ മുഹിബ്ബാണ്, അവിടുത്തെ ഖാദിമാണ്. സയ്യിദി അബുൽ ഐനൈൻ ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇന്നഹു ദാറുൻ വദയ്യാറുർ റിളാ ഇന്നഹു വല്ലാഹി ഹല്ലാലുൽ ഖദ് ഇന്നഹു മിഷ്കാത്തു നൂരിൻ സൈതുഹാ സയ്യിദുൽ അക്വാനി അഹ്മദു മൻ ഹമദ് എന്ന് ഇബ്രാഹിം ദസൂഖിയെ കുറിച്ച് ഈ ലോകത്തിന്റെ മുമ്പിൽ നാവുകൊണ്ട് പറഞ്ഞ് പഠിപ്പിച്ച ആളാ ഷെയ്ഖ് മുഖ്താർ. അഖ്താബുൽ അർബയിൽപ്പെട്ട ഇബ്രാഹിം ദസൂഖിയുടെ മഖാമിൽ 2 ബൈത്തേ ഉള്ളൂ, നല്ല വെള്ളി കൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നു. അതൊന്ന് മുഖ്താറിന്റെ നാവിലൂടെ വന്ന ബൈത്ത. അപ്പൊ മിസ്റിൽ അദ്ദേഹത്തിന്റെ മഖാം എത്രയാണ്? ഇപ്പോഴും അവിടെ കാണാം സിയാറത്തിന് വരുന്നവർ പാടുന്നത് ആ ബൈത്ത. ഇന്ന് ജീവിക്കുന്ന മുഖ്താറിന്റെ നാവിലൂടെ വന്ന പാട്ട്. അത് മുഖ്താർ എഴുതി വെച്ചതല്ല, അവിടുത്തെ ഔഖാഫ് എഴുതി വെച്ചതാ. മുഖ്താർ റളിയല്ലാഹു അൻഹു നാവിൽ നിന്ന് വന്ന ഇന്നഹു ദാറുൻ വദയ്യാറുർ റിളാ ഇന്നഹു വല്ലാഹി ഹല്ലാലുൽ ഖദ്. ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു അല്ലാഹുവാണ് സത്യം, പ്രതിസന്ധികൾക്ക് വല്ലാതെ പരിഹാരം തരുന്ന ആളാണ്. അല്ലാഹുവേ അബുൽ ഔനൈൻ സയ്യിദി മൗലാന ബുർഹാനുൽ മില്ലത്തി വദ്ദീൻ ഇബ്രാഹിമുൽ ഖുറശി ദസൂഖി റളിയല്ലാഹു അൻഹു എന്റെ തരീഖത്ത് ഉദയാസ്തമന ലോകത്ത് മുഴുവൻ വ്യാപിക്കാതെ ലോകാവസാനം സംഭവിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ അവരുടെ പ്രതിനിധിയായി ഞങ്ങൾക്ക് ബോധ്യമുള്ള, ഇൽമു കൊണ്ടും ഹാല് കൊണ്ടും മക്കാല് കൊണ്ടും ബോധ്യമുള്ള, ശരീഅത്തിന് യാതൊരു ഭംഗവും വരുത്താത്ത, നമസ്കാരത്തിലും ജുമായിലും ഓരോ കാര്യത്തിലും ശരീഅത്തിന്റെ മുഴുവൻ അമലുകളും വളരെ പരസ്യമായി നമ്മുടെ മുമ്പിൽ പൂർത്തിയാക്കുന്ന മൗലാന ഷെയ്ഖ് മുഖ്താർ അലി മുഹമ്മദ് ദസൂഖി റളിയല്ലാഹു അൻഹു അവരുടെ പദവിയെ നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖാദിമീങ്ങളാകാൻ അല്ലാഹു തആല തൗഫീഖ് തന്നിരിക്കുന്നു. അത് നിലനിർത്താനുള്ള ആഗ്രഹമാണ്. ആരെന്തൊക്കെ ഒച്ചപ്പെട്ടാലും ഈ പ്രസംഗം ഇൻഷാ അല്ലാഹ് തുടരും. എന്താണ് തരീഖത്ത്, എന്താണ് വിലായത്ത്, അടുത്ത ദിവസങ്ങളിൽ നമുക്ക് തുടരണം. എന്നിട്ട് ഇറക്കണം, പഠിക്കട്ടെ. തരീഖത്തിനെ കുറിച്ച്, മുറബിയായ ഷെയ്ഖിനെ കുറിച്ചൊക്കെ ഇവിടുത്തെ ചില കേരളത്തിലെ പണ്ഡിതന്മാര് എ പി ഉസ്താദിന്റെ പുസ്തകത്തിലൊക്കെ കാണിച്ച വളരെ ഗംഭീരമായ വേണ്ടാത്തരങ്ങൾ ഇൻഷാ അല്ലാഹ് ജനങ്ങൾ അതൊക്കെ ഒന്ന് കാണട്ടെ. അത് നമുക്ക് പറയാം, തുടർച്ചയായി നമുക്ക് പറയാം. കാരണം ഇത് ജനങ്ങൾ പഠിക്കട്ടെ. ഞാനൊരു തത്വം ഞാൻ പറയുന്നു, അവരുടെ മക്കാമ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത്തരം ഒരു വലിയനെ നേരിട്ട് സമ്പർക്കപ്പെട്ടാൽ എല്ലാം അത് മനസ്സിലാകും. സയ്യിദി അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹു ഷെയ്ഖുൽ ഇസ്ലാം മക്കാമിലുള്ള ആളായിരുന്നു ശരിയാത്തിൽ. പിന്നെയോ കൊട്ടമെടഞ്ഞ് പണിയെടുക്കുന്ന നാടനായ, എഴുതാനും വായിക്കാനും അറിയാത്ത അൽ ഖുതുബുൽ ഗൗസ് അലിയുൽ ഖവാസിന്റെ മുമ്പിൽ എത്തിയപ്പോ ആയുധം വെച്ച് കീഴടങ്ങി. മക്കാമ് മനസ്സിലായപ്പോ മനസ്സിലായി. എന്നിട്ട് ഫ്രഷ് ഇൽമു തന്നെ കളിയാക്കിയില്ലേ, ലദുന്നിയായ സഫാഅത്ത് തന്നെ കളിയാക്കിയില്ലേ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അങ്ങനെയാണ് സംസാരിക്കുക. ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി പറയുന്നു, ഇതിൽ വലിയ ലാ യഅതി ബിശറഇൻ ജദീദ്, ഒരു വലിയും ഒരു ഷെയ്ഖും പുതിയ ശറവുമായിട്ട് വരില്ല. വഇന്നമാ യഅതി ബിൽ ഫഹ്മിൽ ജദീദ്, പുതിയ ഗ്രാഹ്യത, ആധുനികമായ ഫഹ്മാണ് അവർക്ക് ഉണ്ടാവുക. ഫിൽ കിതാബി വസുന്നത്തിൽ ലദീ ലം യകുൻ യഅരിഫു ലിഅഹദിൻ ഖബ്ലഹു,
ആ ഷെയ്ഖിന്റെ മുമ്പുള്ള ഒരൊറ്റ കുട്ടിക്കും അറിഞ്ഞുകൂടാത്ത പുതിയ ഗ്രാഹ്യത, പുതിയ കാഴ്ചപ്പാട്, പുതിയ വീക്ഷണം കിതാബ് സുന്നത്തിൽ നിന്ന് വലിയന് കിട്ടും. ഷാറാനി ഇമാം പറയാണ്, ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഇബാറത്ത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ശ്രദ്ധേയമായ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അൽ ഫഹ്മുൽ ജദീദ്, നവീനമായ ഗ്രാഹ്യത, അതത് കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആൻ സുന്നത്തിന്റെ വ്യാഖ്യാനം, കാലോചിതമായ തർബിയത്തിന്റെ രീതികൾ, ഇതാണ് ഓരോ മശായിഖന്മാരും ഓരോ കാലഘട്ടത്തിലും നൽകിക്കൊണ്ടിരിക്കുക. ആധുനിക കാലഘട്ടത്തിലെ ഒരു ശൈഖിനെ മനസ്സിലാക്കുമ്പോൾ ഈ അടിസ്ഥാന തത്വം, തസവ്വുഫ് അംഗീകരിച്ച തത്വം നാം മനസ്സിലാക്കണം. ഈ തത്വം വളരെ വിശദമായി ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദ് ബിൻ അജീബ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അൽ ഫുതൂഹാത്തുൽ ഇലാഹിയയിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമായ ഒരു വാക്ക് ഞാൻ വായിക്കുകയാണ്. എന്തുകൊണ്ട്? ആധുനിക കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും നവീനമായ ഗ്രാഹ്യതയോടുകൂടി അൽ ഫഹ്മുൽ ജദീദ് ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിലെ പ്രതീകമാണ് മൗലാന ശൈഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു എന്ന് അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് ഈ വിനീതം പറഞ്ഞിട്ടുണ്ട്. പേരോട് കളിയാക്കി പരിഹസിച്ചു പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് തർബിയത്തിന്റെ രീതിയിൽ, സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. പഴയ കാലഘട്ടങ്ങളിൽ ഉള്ളതുപോലുള്ള രീതികളാവുകയില്ല പിൽക്കാലത്തെ മശായിഖന്മാർ സ്വീകരിക്കുക. സയ്യിദി ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു എഴുതുകയാണ്, വഹൽ ഹാദിഹി തർബിയത്തു തജ്രി ഫീ കുല്ലി സമാൻ, എല്ലാ കാലഘട്ടത്തിലും ഈ തർബിയത്ത് ഉണ്ടാകുമോ? ഔ ലികുല്ലി സമാനിൻ തർബിയത്തും മഖ്സൂസ, ഓരോ കാലഘട്ടത്തിനും സവിശേഷമായ തർബിയത്ത് രീതി ഉണ്ടാകുമോ? അതായത് ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ്, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ്, ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ്, ആ കാലഘട്ടത്തിൽ മുരീദന്മാർക്ക് പറഞ്ഞ ഷർത്തുകളും വളീഫകളും ആ രീതി തന്നെ ആയിരിക്കുമോ എല്ലാ കാലഘട്ടത്തിലുള്ള മുറബ്ബികളും അവരവരുടെ ശിഷ്യന്മാർക്ക് കൊടുക്കുക? ആ ചോദ്യത്തിന് മറുപടി, ഓരോ കാലഘട്ടത്തിലും സവിശേഷമായ തെർബിയത്തിന്റെ ആധ്യാത്മിക ശിക്ഷണ മാർഗ രീതികൾ അതത് കാലഘട്ടത്തിലെ ശൈഖുമാർ സ്വീകരിക്കും.